ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള മഷ്റൂം ബിരിയാണി നമുക്ക് കുക്കറിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒട്ടും തന്നെ കുഴയാതെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുക്കർ ബിരിയാണിയാണ്. നമുക്ക് അരമണിക്കൂറിൽ തന്നെ ഈ ഒരു ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കറൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ബേ ലീഫും ഒരു 3 ഏലക്കായും 3-4 ഗ്രാമ്പുവും 2 കഷ്ണം കറുവപ്പട്ടയും 2 തക്കോലവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തതും ഒരു വലിയൊരു സവാള നീളത്തിന് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് സവാളയുടെ കളറൊന്ന് മാറി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സവാള ഈ ഒരു പരുവത്തിലൊന്ന് കളറൊന്ന് മാറി വരുന്ന സമയത്ത് പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ നല്ല പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും ചേർത്ത് നമുക്ക് തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരേക്കും ഒന്ന് വഴറ്റി എടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കണം. ഞാൻ 200 ഗ്രാം അളവിൽ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് മഷ്റൂം ഒന്നും തന്നെ ഉടഞ്ഞു പോകാത്ത രീതിക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മഷ്റൂം ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മഷ്റൂമിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഊറി ഇറങ്ങും. ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഞാൻ 1/4 കപ്പ് അളവിൽ തൈരാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം പുളിപ്പില്ലാത്ത തൈര് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. തൈര് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കൈപ്പിടി അളവിൽ പുതിനയിലയും 1 കൈപ്പിടി അളവിൽ മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിയാണ്. അപ്പം ഞാൻ 1.5 കപ്പ് അളവിൽ ബസുമതി റൈസ് 20 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരി ഒട്ടും തന്നെ ഉടഞ്ഞു പോകാത്ത രീതിക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2.25 കപ്പ് അളവിൽ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം കറക്റ്റായിട്ടുള്ളൊരു റേഷ്യോ ആയിരിക്കും. അപ്പോൾ ഞാൻ 1.5 കപ്പ് അരി എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ 2.25 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിക്ക് വേണം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് അരി ചെറുതായിട്ടൊന്ന് പൊങ്ങി കാണത്തക്ക രീതിയിലായതിനു ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 2 വിസിൽ വരുന്നവരേക്കും ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഈ പ്രഷറൊക്കെ ഒന്ന് താനേ റിലീസ് ആവുന്നവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പാടില്ല. പതിയെ വേണം ഒന്ന് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഉടഞ്ഞു പോകാതെ അരി നമുക്ക് അതേപോലെ മുഴുവനായിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ. താങ്ക് യു, ബൈ.